സാധനയിലൂടെ ഒരാൾ മാനസികമായി ഉയർന്നാലും എൻലൈറ്റൻമെൻ്റ് ആയാലും കർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ ബോധപ്രാപ്തി അനുഭവിക്കാൻ സാധിക്കൂ എന്ന് സാർ ഒരിക്കൽ പറഞ്ഞു. അതൊന്ന് വിശദീകരിക്കാമോ? കർമ്മത്തിൻ്റെ പ്യൂരിറ്റിയിലൂടെ അല്ലേ ഒരാൾ സാധന വിജയിക്കുന്നതും ബോധപ്രാപ്തി ഉണ്ടാകുന്നു? പിന്നെ കർമ്മം വീണ്ടും തടസ്സമായി നിൽക്കുമോ? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ഇത് റിപ്ലൈ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഇതൊരു കോമൺ ക്വസ്റ്റ്യനാണ്. ബോധപ്രാപ്തിയും കർമ്മവുമായിട്ട് ബന്ധമില്ല. കാരണം കർമ്മം നമ്മുടെ ഡിറൈവേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ബോധപ്രാപ്തി എന്ന് പറയുന്നത് ഒറിജിനലാണ്. യു ആർ ഓൾറെഡി എൻലൈറ്റൻഡ് ആൻഡ് യു തിങ്ക് ദാറ്റ് യു ആർ നോട്ട് എൻലൈറ്റൻഡ് ആൻഡ് ക്രിയേറ്റിംഗ് കയോസ്. ദാറ്റ്സ് ഓൺലി തിങ്. നമ്മുടെ സ്വപ്നമാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ബോധപ്രാപ്തിക്ക് ഈ കർമ്മത്തിൻ്റെ കാര്യവുമായിട്ടൊന്നും ബന്ധമില്ല. കർമ്മം നമ്മളെ ഓരോ വഴി കൂടെ നയിക്കുന്നു, ഓരോ കാര്യങ്ങളിൽ തെറ്റിക്കുന്നു, അല്ലെങ്കിൽ പുതിയ ബന്ധാവിലൂടെ, പുതിയ ബന്ധങ്ങളിലൂടെ, പുതിയ ഗുരുക്കന്മാരോ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടുന്നതല്ല. ബോധം ഒരുവൻ്റെ അവകാശമാണ്, ഒരുവൻ്റെ ജന്മാവകാശമാണ്. അവൻ ബോധവാനായിട്ടാണ്, അവൻ്റെ ബോധത്തിൽ നിന്നാണ് അവൻ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവനത് നിഷേധിക്കപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ബോധപ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാലും കർമ്മത്തിൻ്റേതായ സഞ്ചിതാവസ്ഥ കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് ഞാൻ ആദ്യം തൊട്ടേ സാറിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. From the very first question, I am telling you that the karma is there continuously, whether you are enlightened or not. അല്ലേ? അതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് മാറ്റമില്ല. അപ്പോൾ അതുവരെയുള്ള കർമ്മങ്ങളുടെ ഫലം തീർച്ചയായിട്ടും എന്നായാലും അനുഭവിക്കേണ്ടി വരും. ബോധപ്രാപ്തം കുറച്ചുകൂടി സന്തോഷമായിട്ട് അനുഭവിക്കുന്നു, അത്രയുള്ള വ്യത്യാസം. അങ്ങേര് മിസറിയിലല്ല, ഈസ് നോട്ട് മിസറബിൾ. അദ്ദേഹം സ്വസ്ഥതയോടുകൂടി അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അല്ല ആ കർമ്മത്തിൻ്റേതായൊരു പൂർത്തി പ്രാപിച്ച് എന്നല്ല. ഇനി ചിലപ്പോൾ സനു വിചാരിക്കുന്നത് ഒരു പക്ഷേ പൊസഷൻ, റിയലൈസേഷൻ, പൊസഷൻ, സാച്ചുറേഷൻ, റിയലൈസേഷൻ എന്ന് പറയുന്ന 4 സ്റ്റേജുകളിൽ കൂടി ഓരോ വിഷയങ്ങളും നമ്മൾ കടന്നു പോകുന്നു. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യങ്ങളിൽ പൊസഷനും സാച്ചുറേഷനും ഇങ്ങനെ, അതായത് റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ തെറ്റിദ്ധരിക്കരുത്. I am using that coinage in a different parlance. ഒരിക്കലും സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല. റിയലൈസേഷൻ ദാറ്റ് യു ആർ റിയലൈസിങ് ദാറ്റ് ദ urge to possess or to renounce is one and the same. ഒരു വിഷയത്തെ പ്രാപിക്കണം എന്ന് തോന്നുന്നതും ആ വിഷയം വേണ്ടാന്ന് വയ്ക്കുന്നതും ഒരേ എനർജിയാണ് എന്ന് തിരിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ പായസം കുടിക്കാൻ വലിയ ഇഷ്ടമാണ്. നാളെ ഞാൻ പായസത്തിൽ മനസ്സ് മടുത്ത് പായസം ഇനി വേണ്ടെന്ന് വയ്ക്കുന്നു. ഇത് രണ്ടും ഒരേ എനർജിയാണ്. പായസം വേണമെന്ന് തോന്നിക്കൊണ്ടിരുന്ന എനർജിയാണ്, പായസം വേണ്ടെന്ന് വയ്ക്കുന്ന എനർജിയാണ് എന്ന് റിയലൈസ് ചെയ്യുമ്പോൾ, ദാറ്റ്സ് എ റിയലൈസേഷൻ. എന്ന് റിയലൈസ് ചെയ്യുമ്പോൾ ഞാനിത് പായസം വേണ്ടാന്നുള്ളൊരു ഒരു അലർജിയും കാണിക്കില്ല, വേണം എന്നുള്ള ഒരു ഗ്രീഡും കാണിക്കില്ല. പായസം കിട്ടുകയാണെങ്കിൽ കുടിക്കും. Only then I will enjoy. The enjoyment in drinking payasam starts when you are above this need, either to accept or അതാണ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് റിയലൈസേഷൻ അതാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ഈ പറയുന്നത്. എല്ലാം കഴിയുമ്പോഴുള്ള സ്റ്റേറ്റിലെത്തുമ്പോഴാണ് റിയലൈസേഷൻ ആകും. ആ റിയലൈസേഷൻ ആകുമ്പോഴത്തേക്കും അതൊന്ന് പിന്നെ ബോധപ്രാപ്തി. അങ്ങനെയല്ല, ബോധപ്രാപ്തി പൊസഷൻ സ്റ്റേറ്റിലോ സാച്ചുറേഷൻ സ്റ്റേറ്റിലോ ഒക്കെ സംഭവിക്കാം. മനുഷ്യൻ്റെ ഗ്രോത്ത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് സ്വാഭാവികമായിട്ടും എപ്പോഴെങ്കിലും സംഭവിക്കാം. പൊസഷൻ പിന്നെ ലാവോട്സെ ഒരു മരത്തിൽ നിന്നൊരു ഇല കറങ്ങി താഴെ, ഉണങ്ങിയ ഇല താഴെ വീഴുന്നത് കണ്ട് റിയലൈസ്ഡായി, അല്ലെ എൻലൈറ്റൻഡായി എന്ന് പറയും. നമ്മൾ ഇലയെ നോക്കിക്കൊണ്ടിരുന്ന എൻലൈറ്റൻഡ് ആവും. ഇഷ്ടംപോലെ ഇല ഒഴിയുന്ന മരങ്ങളിവിടെയുണ്ട്. ഇഷ്ടംപോലെ സാധകന്മാർക്ക് വന്നിരുന്ന അത് നോക്കിക്കൊണ്ടിരുന്ന എൻലൈറ്റൻഡ് ആവുകയുള്ളൂ. ഇല്ല, അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏതോ ഒരു ഇഷ്യൂ, ബൗദ്ധികമായിരിക്കുന്ന അനുഭവത്തിൻ്റേതായ ഒരു ഇഷ്യൂ, ആ ഇഷ്യൂ ആ ഇലയെ വീഴുന്നിടത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്തു, ട്രിഗർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഇല വീഴുന്നതുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. അണ്ണാൻ
കിക്ക് 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 എന്ന് കഴിയുമ്പോൾ വാലും കൂടെ ഇട്ടൊരു അടിയും കൂടെ അടിക്കും. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കുട്ടിക്കാലത്ത് വിചാരിച്ചിരുന്നത് ഇതിൽ അടിക്കുന്നതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് കുറേ നാൾ. മണി അടിക്കുന്ന പോലെ ഈ വാലടിക്കുമ്പോഴാണ് ഈ ശബ്ദം വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, ഇനി അണ്ണൻ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നോക്കണം. അതിനെ വിട്ടച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ശബ്ദം ഉണ്ടാക്കുമ്പോഴൊക്കെ വാലിട്ട് അനക്കും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ കൂടെ വരികയാണ് സാർ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്ന് പറഞ്ഞതുപോലെ ഇല വീഴുന്നു. ആ ഇല വീഴുന്നത് കൊണ്ട് ബോധമുണ്ടായി എന്ന് തോന്നരുത്. ബോധമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ബോധപ്രാപ്തനായി. അതിനിപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർത്തീകരണത്തിലായിരിക്കും സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ ലാവോട്സയ്ക്ക് പിന്നെ കർമ്മങ്ങളില്ലേ, ഉണ്ട്. കർമ്മങ്ങൾ പിന്നെയും അനുഭവിച്ചിട്ടുണ്ട്, പിന്നെയും ചെയ്തിട്ടുണ്ട്, ചെയ്തു കൂട്ടിയിട്ടുമുണ്ട്, കർമ്മം അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നും അവർ രക്ഷപ്പെടുന്നില്ല. അവർ വീണ്ടും വീണ്ടും ഭൂമിയിലേക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു, ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. പിന്നെ ഞാൻ ഇനി വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല, ഭാഗ്യത്തിന്.